ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നവംബർ 27 കറണ്ട് അഫയേഴ്സ് ആണ്. നോക്കിയാലോ നമുക്ക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക്. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ നഗരവൽക്കരണ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഏത് എന്നുള്ളതാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഏതാണ് ആ നഗരം എന്നറിയോ? ജക്കാർത്തയാണ്. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ നഗരവൽക്കരണ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരമാണ് ഏതെന്ന് പറയുന്നത്? ജക്കാർത്ത. കിട്ടിയോ? ഇനി അടുത്തത്, അടുത്തിടെ ഉഷ്ണതരംഗങ്ങൾ കാരണം യുനെസ്കോയുടെ പട്ടികയിലുള്ള ഏത് സ്ഥലത്തിനാണ് ഏകദേശം 2/3 പവിഴപ്പുറ്റുകൾ നഷ്ടമായത്? നിങ്കലു റീഫാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അടുത്തിടെ ഉഷ്ണതരംഗങ്ങൾ കാരണം യുനെസ്കോയുടെ പട്ടികയിലുള്ള ഏത് സ്ഥലത്തിനാണ് ഏകദേശം 2/3 എന്ത് നഷ്ടമായത്? പവിഴപ്പുറ്റുകൾ നഷ്ടമായത്. നിങ്കലു റിഫാണ്. നിങ്കലു റിഫിനാണ് എന്ത് നഷ്ടമായത്? അടുത്തിടെ ഉഷ്ണതരംഗങ്ങൾ കാരണം യുനെസ്കോയുടെ പട്ടികയിലുള്ള ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? ഈ നിങ്കലു റിഫ്. ഇതിന് ഈ സ്ഥലത്തിന് എന്ത് നഷ്ടമായി എന്നാ പറയുന്നത്? ഏകദേശം 2/3 പവിഴപ്പുറ്റുകൾ നഷ്ടമായി. കിട്ടിയോ? ഇനി രാജ്യത്തെ ഏറ്റവും നീളമുള്ള സ്മാർട്ട് റോഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ആൽത്തറ മുതൽ ചെന്തിട്ട വരെയാണ് ഈ സ്മാർട്ട് റോഡ് വരുന്നത്. രാജ്യത്തെ ഏറ്റവും നീളമുള്ള സ്മാർട്ട് റോഡ് രാജ്യത്തെയാണ് കേട്ടോ. രാജ്യത്തെ ഏറ്റവും നീളമുള്ള സ്മാർട്ട് റോഡ് തിരുവനന്തപുരം വെള്ളയമ്പലം ആൽത്തറ മുതൽ ചെന്തിട്ട വരെ. ഓക്കെ, ഇനി അടുത്തത്, സ്പെഷ്യൽ സ്കൂൾ സംസ്ഥാന കലോത്സവ വേദി എന്ന് പറയുന്നത് എവിടെയായിരുന്നു? മലപ്പുറത്തെ തിരൂരായിരുന്നു. സ്പെഷ്യൽ സ്കൂൾ സംസ്ഥാന കലോത്സവത്തിന് വേദി തിരൂർ, മലപ്പുറം. ഇതിന് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് തൃശൂർ ജില്ലക്കാണ്. ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് തൃശൂർ ജില്ലക്കാണ്. കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ ഒരു പേജ് ഒന്നുകൂടെ നോക്കാം. അതായത്, ഐക്യരാഷ്ട്രസഭയുടെ പുതിയ നഗരവൽക്കരണ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം എന്ന് പറയുന്നത് ജക്കാർത്തയാണ്. അടുത്തിടെ ഉഷ്ണതരംഗങ്ങൾ കാരണം യുനെസ്കോയുടെ പട്ടികയിലുള്ള ഏത് സ്ഥലത്തിനാണ് ഏകദേശം 2/3 പവിഴപ്പുറ്റുകൾ നഷ്ടമായതെന്ന് ചോദിച്ചാല് നിങ്കലു റിഫാണ്. അടുത്തിടെ ഉഷ്ണതരംഗങ്ങൾ കാരണം യുനെസ്കോയുടെ പട്ടികയിലുള്ള ഏത് സ്ഥലത്തിനാണ് ഏകദേശം 2/3 പവിഴപ്പുറ്റുകൾ നഷ്ടമായത്? നിങ്കലു റിഫാണ്. രാജ്യത്തെ ഏറ്റവും നീളമുള്ള സ്മാർട്ട് റോഡ് എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ വെള്ളയമ്പലം ആൽത്തറ മുതൽ ചെന്തിട്ട വരെയാണ് ഈ സ്മാർട്ട് റോഡ് ഉള്ളത് എന്നുള്ളതും കൂടെ ഓർത്തു വച്ചേക്കാം. ഇനി സ്പെഷ്യൽ സ്കൂൾ സംസ്ഥാന കലോത്സവ വേദി എന്ന് പറയുന്നത് എവിടെയായിരുന്നു? മലപ്പുറത്തെ തിരൂരായിരുന്നു. ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് തൃശൂർ ജില്ലക്കാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പേജ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ, അതായത് IWAI പുതിയ ചെയർമാൻ എന്ന് പറയുന്നത് സുനിൽ പലിവാൾ ആണ്. ആരാണ്? സുനിൽ പലിവാൾ ആണ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ. കിട്ടിയോ? ഇനി ഇന്റർനെറ്റ് ബാങ്കിംഗ് ഇടപാടുകൾ ലളിതവും വേഗത്തിലുമാക്കാൻ NBBL പുതുതായി അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത്? ബാങ്കിംഗ് കണക്ട് എന്ന് പറയുന്നത്. ബാങ്കിംഗ് കണക്ട് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഇടപാടുകൾ ലളിതവും വേഗത്തിലുമാക്കാൻ NBBL പുതുതായി അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ബാങ്കിംഗ് കണക്ട് കിട്ടിയല്ലോ. ഇനി അടുത്തത് നോക്കാം. 2025 നവംബറിൽ നടന്ന വനിതാ പ്രീമിയർ ലീഗ്, അതായത് WPL അല്ലെ, വനിതാ പ്രീമിയർ ലീഗ് താരലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക നേടിയ താരം എന്ന് പറയുന്നത് ദീപ്തി ശർമ്മയാണ്. 2025 നവംബറിൽ നടന്ന വനിതാ പ്രീമിയർ ലീഗ് താരലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക നേടിയ താരം ദീപ്തി ശർമ്മയാണ്. 2025 IUCN അവലോകനത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പരിപാലിക്കപ്പെടുന്ന സംരക്ഷിത പ്രദേശങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ കാഞ്ചൻജംഗ നാഷണൽ പാർക്കാണ്. 2025 IUCN അവലോകനത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പരിപാലിക്കപ്പെടുന്ന സംരക്ഷിത പ്രദേശങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ പാർക്കാണ് ഏതെന്ന് പറയുന്നത്? കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. കിട്ടിയോ?
ഇനി അടുത്തത് ഇന്ത്യയും നേപ്പാളും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസം സൂര്യ കിരൺ 2025. അപ്പൊ ഇന്ത്യയും നേപ്പാളും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസം ആരൊക്കെ ചേർന്നുള്ള ഇന്ത്യയും നേപ്പാളും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസം സൂര്യ കിരൺ 2025 വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ പിത്തോഗഡ്. എവിടെയാണ്? പിത്തോഗഡ്, ഉത്തരാഖണ്ഡ്. ഇന്ത്യയും നേപ്പാളും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേജ് ഒന്നുകൂടെ നോക്കി നോക്കാം. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ IWAA പുതിയ ചെയർമാൻ എന്ന് പറയുന്നത് സുനിൽ പലിവാൾ ആണ്. ഇന്റർനെറ്റ് ബാങ്കിംഗ് ഇടപാടുകൾ ലളിതവും വേഗത്തിലുമാക്കാൻ NBBL പുതുതായി അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബാങ്കിംഗ് കണക്ട് ആണ്. 2025 നവംബറിൽ നടന്ന വനിതാ പ്രീമിയർ ലീഗ് താരലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക നേടിയ താരം ദീപ്തി ശർമ്മയാണ്. 2025 IUCN അവലോകനത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പരിപാലിക്കപ്പെടുന്ന സംരക്ഷിത പ്രദേശങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് കാഞ്ചൻജംഗ നാഷണൽ പാർക്കാണ്. ഇന്ത്യയും നേപ്പാളും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് എന്താണ്? സൂര്യ കിരൺ 2025. വേദി പിത്തോഗഡ്, ഉത്തരാഖണ്ഡ് ട്ടോ. പിത്തോഗഡ്, ഉത്തരാഖണ്ഡ്. ഓക്കെ, അപ്പൊ അടുത്ത നോക്കാം നമുക്ക്. ഓൺലൈൻ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ MT വാസുദേവൻ നായർ സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. ഓൺലൈൻ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ഓൺലൈറ്റ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ MT വാസുദേവൻ നായർ സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. ഓൺലൈറ്റ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ MT വാസുദേവൻ നായർ സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ജോർജ് ഓണക്കൂർ ആണ്. കിട്ടിയല്ലോ. ഇനി 44ാമത് അന്താരാഷ്ട്ര വ്യാപാര മേളയിൽ കേരളത്തിന് ലഭിച്ചത് ഏത് മെഡലാണ് എന്നുള്ളതാണ്. വെള്ളി മെഡലാണ്. 44ാമത് അന്താരാഷ്ട്ര വ്യാപാര മേളയിൽ കേരളത്തിന് ലഭിച്ചിട്ടുള്ളത് എന്ത് മെഡലാണ്? വെള്ളി മെഡലാണ്. 44ാമത് അന്താരാഷ്ട്ര വ്യാപാര മേളയിൽ കേരളത്തിന് ലഭിച്ചത്. തീമാറ്റിക് പ്രസന്റേഷൻ വിഭാഗത്തിലാണ് കേരളത്തിന് മെഡൽ ലഭിച്ചിട്ടുള്ളത്. എന്തിൽ? തീമാറ്റിക് പ്രസന്റേഷൻ വിഭാഗത്തിലാണ് കേരളത്തിന് മെഡൽ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഭരണഘടനാ ദിനത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ അർദ്ധകായ പ്രതിമ ഏത് സംഘടനയുടെ ആസ്ഥാനത്താണ് സ്ഥാപിച്ചത്? ഓക്കെ, ഭരണഘടനാ ദിനത്തിൽ നവംബർ 26 ഭരണഘടനാ ദിനം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അല്ലെ. അപ്പോ ഭരണഘടനാ ദിനത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ അർദ്ധകായ പ്രതിമ ഏത് സംഘടനയുടെ ആസ്ഥാനത്താണ് സ്ഥാപിച്ചത്? യുനെസ്കോയുടെ ആസ്ഥാനത്താണ് എന്ത് ചെയ്തത്? ഭരണഘടനാ ദിനത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഗാന്ധിജിയുടെ ആത്മകഥയുടെ എത്രാമത്തെ വാർഷികമാണ് 2025 നവംബറിൽ പൂർത്തിയാകുന്നത്? 100ാമത്തെ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഓട്ടോബയോഗ്രഫി ഓഫ് എന്താണ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത് അല്ലെ. ഓക്കെ, എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ അറിയാലോ. ഓക്കെ, അപ്പോ ഗാന്ധിജിയുടെ ആത്മകഥയുടെ എത്രാമത്തെ വാർഷികമാണ് 2025 നവംബറിൽ പൂർത്തിയാകുന്നതെന്ന് ചോദിച്ചാല് എത്രാമത്തെയാണ്? 100ാമത്തെയാണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കുക. അടുത്ത നോക്കാം. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് മീറ്റിന് വേദി ഭിവാനി ഹരിയാന. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് മീറ്റിന് വേദി എന്ന് പറയുന്നത് എവിടെയാണ്? ഭിവാനി എവിടെയെന്നറിയോ? ഹരിയാനയാണ് കേട്ടോ. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് മീറ്റിന്റെ വേദി എന്ന് പറയുന്നത് ഭിവാനി, ഹരിയാന. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേജ് ഒന്നുകൂടെ നോക്കി നോക്കാം. ഓൺലൈറ്റ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ MT വാസുദേവൻ നായർ സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. 44ാമത് അന്താരാഷ്ട്ര വ്യാപാര മേളയിൽ കേരളത്തിന് ലഭിച്ചത് ഏത് മെഡലാണ്? വെള്ളി മെഡലാണ്. തീമാറ്റിക് പ്രസന്റേഷൻ വിഭാഗത്തിലാണ് കേരളത്തിന് മെഡൽ ലഭിച്ചിട്ടുള്ളത്. ഭരണഘടനാ ദിനത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ അർദ്ധകായ പ്രതിമ ഏത് സംഘടനയുടെ ആസ്ഥാനത്താണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ യുനെസ്കോയുടെ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ എത്രാമത്തെ
100ാമത്തെ വാർഷികമാണ്. 2025 നവംബറിൽ പൂർത്തിയാകുന്നത് 100ാമത്തെ. 2025 ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് മീറ്റിന് വേദി എന്ന് പറയുന്നത് എവിടെയാണ്? ഭിവാനി, ഹരിയാന. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിലുള്ള പോൾ എക്സാം പോയി അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, താങ്ക്